വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെ സ്നേഹമൊന്നുമല്ല, ലാഭം നോക്കിയാണ് വിവാഹബന്ധം വേണ്ടത് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. അവരതിന് വളരെ പൈസയൊക്കെ വാങ്ങിയ ആളുകൾക്ക് കൃത്യമായി ഉപദേശം കൊടുക്കേണ്ട ഏത് വിവാഹബന്ധം തിരഞ്ഞെടുക്കണമെന്നൊക്കെ. അതിന് ചില്ലറ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ പൈസ കണക്കാക്കിയാൽ ഏകദേശം ഒരു 160 കോടി രൂപയിലേറെയെങ്കിലും ഇതുപോലെ ലാഭത്തിന് വേണ്ടിയുള്ള ഉപദേശം നൽകി ഈ ഇൻഫ്ലുവൻസർ നേടിയെടുത്തിട്ടുണ്ടായ എന്നാണ് അറിയുന്നത്. അപ്പോൾ അനഘ പ്രകാശ് ആ ഇൻഫ്ലുവൻസറെ കുറിച്ചും അവരുടെ ബന്ധങ്ങളോടുള്ള നിലപാടിനെക്കുറിച്ച് പറയും. അനഘ, ഇപ്പോൾ അവർ പറഞ്ഞതിൽ വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ബന്ധങ്ങൾ പലതും ലാഭങ്ങൾ അടിസ്ഥാനമാക്കിയൊക്കെ തന്നെയാണ്. പണവുമൊക്കെ പല ബന്ധങ്ങൾക്കും അല്ലേ, അല്ലെങ്കിൽ സ്വാധീനം, ഇതൊക്കെ ഘടകമാണ്. പക്ഷെ നമ്മൾ പറയും സ്നേഹമാണ് അടിസ്ഥാനമെന്ന്. എന്ത് പറഞ്ഞാണ് ആളുകളെ ഉപദേശിച്ചത്? എങ്ങനെയാണ് ആളുകൾ വിവാഹബന്ധത്തെ കണ്ടത്? എന്താണ് ഈ ഒരു വിവാദ ലവ് ഗുരു അവിടെ നേരിടുന്ന കാര്യങ്ങൾ? ദിവീഷ് ആദ്യം പറഞ്ഞതിന് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഓരോ ആളുകൾക്കും ഓരോ അവരുടേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, മുൻഗണനയായിരിക്കും. ഇങ്ങനെ ആയിരിക്കണം തൻ്റെ ജീവിത പങ്കാളിയാകേണ്ട ആളെന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ വൈകാരികമായ അടുപ്പമോ അതിനപ്പുറത്തേക്ക് പണത്തിന് പ്രാധാന്യം കൊടുത്ത് ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ സ്വാഭാവികമാണ്. അതിന് ഒരു ഇൻഫ്ലുവൻസർ തന്നെ പറയണമെന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ ചൈനയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവർ കുക്കു എന്നാണ് അറിയപ്പെടുന്നത്. ലേ ഷുവാങ് എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. ഈ വനിത അവർ ലവ് ഗുരു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത്. ചൈനയിലെ ഒരു വളരെ പ്രസിദ്ധയായ, ഒരു പക്ഷേ കുപ്രസിദ്ധയായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ബന്ധങ്ങൾ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉപദേശം നൽകുക, നിർദ്ദേശം നൽകുക, അത്തരത്തിലുള്ള വീഡിയോകളാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കാഴ്ചപ്പാടിൽ, ഇവരുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പ്രണയം അല്ലെങ്കിൽ കല്യാണം എന്നൊക്കെ പറയുന്നത് തികച്ചും എന്താണ് ഒരു ബിസിനസ് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈകാരിക തലങ്ങളൊന്നും തന്നെ ഇല്ല. അതൊക്കെ ഒരു ലാഭവും നഷ്ടവും ഒക്കെ തീരുമാനിക്കുന്ന ഒരു കച്ചവടം എന്നൊരു ചിന്താഗതിയാണ് ഈ പറഞ്ഞ ലവ് ഗുരു എന്നറിയപ്പെടുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനുള്ളത്. അത് അവർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ വ്യക്തിപരമായ അഭിപ്രായം അവരത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ഇതാണ് ശരി എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നാമോ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായമല്ലേ, നമ്മളല്ലേ തീരുമാനിക്കുന്നത് എന്ന് പറയാൻ വരട്ടെ. ഇപ്പം നമ്മൾ കേരളത്തിലൊരു കാര്യം എടുത്താൽ കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട് ഈ വാഹനങ്ങൾ, ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അടുത്തിടെ തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു പ്രമുഖനായ ഒരു യൂട്യൂബർക്കെതിരെ കേസ് എടുത്തതും ലൈസൻസ് ഒക്കെ റദ്ദാക്കിയതൊക്കെ നമ്മൾ വാർത്തയിൽ കൊടുത്തതാണ്. കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും വലിയ കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തതെന്നൊക്കെ തോന്നാം. പക്ഷേ അതൊരു വലിയ കുറ്റം തന്നെയാണ്. മാത്രവുമല്ല ഇവരെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും യുവാക്കൾ ഇത് ശരിയല്ലേ, അല്ലെങ്കിൽ അതെന്നൊക്കെ അവർക്കൊരു പ്രചോദനമൊക്കെ ഉൾക്കൊണ്ട് അവരും അത്തരത്തിലൊരു ചിന്താഗതി രൂപപ്പെട്ടു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കുന്നത്. ഈ പറഞ്ഞ യുവതിക്കെതിരെയും ഈ ലവ് ഗുരു എന്നറിയപ്പെടുന്ന യുവതിക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ട്. അവിടുത്തെ ചൈനയിലെ ഒരു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ അവരെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ. സ്വന്തം നിലയ്ക്ക് അവരുടെ ഉപദേശങ്ങൾ തുടരട്ടെ, അത് സ്വീകരിക്കാൻ ആളുണ്ട്, പണം കൊടുത്ത് സ്വീകരിക്കാൻ ആളുണ്ട് എന്നതാണ് അത്ഭുതം. എന്തായാലും പൂർണ്ണമായും സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ബന്ധങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ മൂഢസ്വർഗത്തിലാണെന്ന് പറയേണ്ടി വരും. ലാഭവും അല്ലെങ്കിൽ താല്പര്യങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പല ബന്ധങ്ങളും നടക്കുന്നത്. പക്ഷേ ശരിക്കും സ്നേഹമാകട്ടെ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.